ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോയിൽ കുംഭരാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. രാശിചക്രത്തിലെ 11ാമത്തെ രാശിയാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം, നിങ്ങളുടെ സ്നേഹബന്ധം ഇതെല്ലാം എങ്ങനെയെന്ന് അറിയാം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് മാസം കുംഭരാശിക്കാർക്ക് 1ാമത്തെ ഹൗസിൽ രാഹു, 2ാമത്തെ ഹൗസിൽ ശനി, 5ാമത്തെ ഹൗസിൽ ശുക്രനും വ്യാഴവും, 6ാമത്തെ ഹൗസിൽ സൂര്യനും ബുധനും, 7ാമത്തെ ഹൗസിൽ കേതുവും, 8ാമത്തെ ഹൗസിൽ ചൊവ്വയുമാണ്. അപ്പോൾ ഈ നവഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം എന്തായിരിക്കും കൊണ്ടുവരിക കാണുക. ഈ പ്രവചനം ജന്മരാശി, ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഓഗസ്റ്റ് മാസം ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ആരോഗ്യം, ഇമ്മ്യൂണിറ്റി ഒക്കെ നോക്കുന്നത് 1ാമത്തെ ഹൗസിൽ അപ്പോൾ ആരാണ്? രാഹുവാണ്. രാഹു ചന്ദ്രന്റെ കൂട്ടത്തിൽ, ചന്ദ്രന്റെ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്കും അത്രയ്ക്കും സുഖകരമായ ഒരു സമയമല്ല. ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് വരാനും ചുമയും ജലദോഷവും ചുമയും ഒക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ തലവേദന, മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്ക് ഈ സമയം കുറച്ച് പ്രോബ്ലം വരുന്നതിനുള്ള സമയമാണ്. അതുപോലെ തന്നെ സംക്രമണ രോഗങ്ങൾ, അതും പിന്നെ തൊലി, സ്കിൻ സംബന്ധിച്ച പ്രോബ്ലങ്ങളൊക്കെ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മഴക്കാലം കൂടിയാണ്. എല്ലാവരും യാത്ര ചെയ്യുന്നവർ എല്ലാവരും സൂക്ഷിച്ച് ചെയ്യുക. വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർ കൂടുതലും ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ചെറുതായി തുടങ്ങുന്ന പ്രശ്നം വലുതാകാതിരിക്കാൻ ആദ്യം തന്നെ ചികിത്സ തേടുക. വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയം, ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂല സമയമാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഏത് കാര്യത്തിനും ഒരു കോൺഫിഡൻസ്, എന്തെങ്കിലും ചെയ്യുന്നതിനും പുതിയ കോഴ്സുകളൊക്കെ ചേരുന്നതിനും ഒക്കെയുള്ള ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു ക്ലാരിറ്റിയും വരുന്ന സമയമാണ്. ചെറുതും വലുതുമായ യാത്രകൾക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി. സ്നേഹബന്ധം, നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംശയങ്ങൾ വരാതിരിക്കുക. ഇങ്ങനെ ഒരു സംശയം വരാൻ വളരെയേറെ സാധ്യതയുണ്ട്. എന്താണെന്നാൽ 1ാമത്തെ ഹൗസിലെ രാഹുവിന്റെ ദൃഷ്ടി 7ാമത്തെ ഹൗസിൽ വരുന്നത് കൊണ്ടാണ്. ഇത് ഇപ്പോൾ മാത്രമല്ല, അടുത്ത 1.5 വർഷത്തേക്ക് ഇങ്ങനത്തെ കാര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ പ്രതി അതിന് സംശയങ്ങൾ വരാതിരിക്കുക. എങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ട സമയമാണ്.